ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കുന്നതോടെ നിരക്കിനനുസരിച്ചുള്ള പണം മാത്രം കൃത്യമായി നൽകിയാൽ മതി എന്നതാണ് യാത്രക്കാർക്കുള്ള നേട്ടം. അതേസമയം പുതിയ നിയമം തങ്ങളുടെ വയറ്റത്തടിക്കുന്നതിന് തുല്യമാണെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത്. മലയോര മേഖലകളിൽ മീറ്റർ നിരക്ക് മാത്രം കണക്കാക്കി ഓടിച്ചാൽ നഷ്ടമാണെന്നാണ് അവർ പറയുന്നത്. പ്രവീൺ പുരുഷോത്തമൻ സംസാരിക്കുന്നു അവരോട്. സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോറിക്ഷ. പലപ്പോഴും ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരും ഡ്രൈവർമാരും തമ്മിൽ യാത്രാ നിരക്ക് സംബന്ധിച്ച് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടി യാത്രക്കാരൻ എത്ര രൂപ കൊടുക്കണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉറപ്പായി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി എന്ന ടൗണിലാണ്. എനിക്കിപ്പോൾ ഇവിടെ നിന്നും ഇതിന് തൊട്ടടുത്തുള്ള തെക്കേമല എന്ന ടൗണിലേക്ക് ഒന്ന് പോകണം. ഞാൻ ഓട്ടോറിക്ഷയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓട്ടോറിക്ഷയിൽ എത്ര രൂപ റേറ്റ് ആകുമെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടു നോക്കാം. ചേട്ടാ, തെക്കേമല വരെ ഒന്ന് പോണേ. തെക്കേമല വരെ പോകാം. മീറ്റർ ഉണ്ടല്ലോ, ഓണായിക്കോ. എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? എങ്ങനെയുണ്ട്? ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടോ? ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഒരു ദിവസം എത്ര രൂപയുടെ ഓട്ടോ ഓടും? ഒരു ദിവസം ശരാശരി ഇന്ധന ഉൾപ്പെടെ ഒരു 600 രൂപ. ഈ മീറ്റർ ഇട്ട് ഓടുന്നത് യാത്രക്കാർക്ക് നല്ലതല്ലേ? ഇപ്പൊ എന്നെ പോലുള്ള യാത്രക്കാർക്ക് നല്ലതല്ലേ? മീറ്റർ ഇട്ട് ഓടുന്നത് സാറിനെ പോലുള്ള യാത്രക്കാർക്ക് നല്ലതാണ്. ഇവിടെ എങ്ങനെയുണ്ട് ഓട്ടം? നിങ്ങളുടെ സ്റ്റാൻഡിൽ ഓട്ടം എങ്ങനെയുണ്ട്? സ്റ്റാൻഡിൽ ഓട്ടം വളരെ കുറവാണ്. സ്റ്റാൻഡിൽ കണ്ടില്ലേ സാർ, അത്രയും വണ്ടി കിടക്കുന്ന കണ്ടില്ലേ? ഓട്ടം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ മീറ്റർ ഇട്ട് തന്നെ ഓടണമെന്നാണല്ലേ ഇപ്പം സർക്കാരിന്റെ നിയമം? മീറ്റർ ഇട്ട് ഓടണമെന്നാണ് നിയമം. എത്ര രൂപയാണെന്ന് കറക്റ്റ് കാണാമല്ലോ. എനിക്ക് ആ നാരങ്ങ കടയുടെ അവിടെ എത്ര റേറ്റ് എത്രയാ? സാധാരണ ഞങ്ങള് ഇവിടെ വരുമ്പോൾ 1.5 കിലോമീറ്റർ വരുമ്പോൾ സാധാരണ ഞങ്ങൾ 50 രൂപയാണ് വാങ്ങിക്കാറുള്ളത്. 50 രൂപ. ഇപ്പം മീറ്ററിനകത്ത് 30 ഉള്ളൂ. അപ്പൊ ഞാൻ 30 തരുള്ളൂ. സാറേ, 30 രൂപ സാറ് തരുന്നതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ 30 രൂപ തന്നാൽ ഇപ്പൊ ഈ 1.5 കിലോമീറ്റർ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഇവിടെ ഓടി വന്നല്ലോ. ഈ 1.5 കിലോമീറ്ററിന് തിരിച്ചും ഞാൻ പോകണ്ടേ സാറേ? അപ്പം നിയമപരമായി സർക്കാർ പറയുന്ന രീതിയിലാണെങ്കിൽ ഞാൻ 30 രൂപ തരുന്നു. 20 രൂപ താങ്കൾ തിരിച്ചു തരണം. പക്ഷെ സാധാരണ രീതിയിലാണെങ്കിൽ താങ്കൾ 50 രൂപയായിരിക്കും വാങ്ങിക്കുക. 50 രൂപ വാങ്ങിക്കുക. സാറിന് മീറ്ററിന്റെ പൈസ മതിയെങ്കിൽ 50 രൂപ 20 രൂപ തിരികെ തരും. അപ്പം അത് യാത്രക്കാരനെ സംബന്ധിച്ച് ലാഭമാണ്. ഇപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ്. പക്ഷേ ഇത് ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലച്ചതിയും. പക്ഷെ സർക്കാർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഞാൻ ഇനിയും എനിക്ക് വരും വേറൊരു യാത്രക്കാരൻ താങ്കളുടെ ഓട്ടോയിൽ കയറി എന്ന് കരുതുക. താങ്കൾ ഇതേ മീറ്റർ തന്നെ വീണ്ടും ആദ്യം മുതലിടുന്നു. അപ്പോൾ ഈ പറയുന്ന മിനിമം ദൂരം കോഴഞ്ചേരിയിലേക്ക് ചെല്ലുമ്പോൾ താങ്കൾക്ക് നിയമപരമായി 30 രൂപ വാങ്ങിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ അത് കിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഏതായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവരുടെ ഒരു നിലപാട് ഇതാണ്. പക്ഷേ സർക്കാർ ഇങ്ങനെ മീറ്റർ നിർബന്ധമാക്കിയതിലൂടെ അത് അവരുടെ വയറ്റത്ത് അടിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.